ഇതൊരു ഇവരെല്ലാം എൻ്റെ കൂടെ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പം അവർക്കൊരു തിരിച്ച് പേ ഓഫ് വരെയാണ് ഞാൻ ഈ സിനിമ കൊടുത്തിരുന്നത്. ഞങ്ങളുടെ വാഴ തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ഞങ്ങളെപ്പോലുള്ള വാഴകളെയൊക്കെ രക്ഷിക്കണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ സിനിമയിൽ കൂടെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പോയി കാണുമ്പോൾ അതെല്ലാം നിങ്ങൾക്ക് റിവീൽഡ് ആവും. വളരെ രസകരമായിട്ടുള്ള ഒരു ചിത്രമാണ്. എന്ത് പറയാൻ, വിപിൻ പറഞ്ഞതുപോലെ ഇത് നിങ്ങളായാലും നിങ്ങളുടെ രക്ഷകർത്താക്കളായി കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും ഈ സിനിമ. ഇത് എല്ലാവരുടെ വീട്ടിലുള്ള കഥയാണ്. നിങ്ങൾ നാളെ കണ്ടുപോകുന്നത്. ഇതിൽ ഓരോ ക്യാരക്ടറും നിങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പനായിരിക്കാം. ഇതിൽ ഓരോ ക്യാരക്ടറും അവരായിരിക്കാം. അതുകൊണ്ട് എന്തായാലും തിയേറ്ററിൽ പോയി കാണുക. വാഴ അത്രയ്ക്ക് മോശമായതുകൊണ്ടല്ല, വാഴയെ നട്ടാൽ കൊലയെങ്കിലും കിട്ടും എന്നാണ് അർത്ഥം. ഈ സിനിമയോടുകൂടി ആ ഡയലോഗ് മാഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കാരണം വാഴ എന്നത് നല്ല ഒരു ചെടിയാണെന്ന് ഈ പടത്തിൽ കൂടെ കാണിക്കും. നമ്മളിപ്പോൾ ഒരുപാട് ദുഃഖത്തിലാണ്. വയനാട് സംഭവത്തിൽ നമ്മൾ മനസ്സിൽ ആ ദുഃഖമുണ്ട്. പക്ഷെ എന്നാലും നമുക്കും അറിയാലോ, എപ്പോഴും ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. എല്ലാവരും സന്തോഷിക്കണം, ആഘോഷങ്ങൾ ആഘോഷിക്കണം. അപ്പം നോബി പറഞ്ഞതുപോലെ ഒരു 100 കോടി വാഴ ക്ലബിൽ കയറാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു സ്റ്റെപ്പ് വെച്ച് അവന്റെ ലൈൻ ഇന്ന് പൊളിയൂടാ. മഞ്ഞുണ്ടേൽ വിന്റർ, വെയിലുണ്ടേൽ സമ്മർ, തരുമോ നിന്റെ നമ്പർ? ഒളരിയിലെ മുരളി കളരി പഠിച്ചു, ഒളരിയിലെ മുരളി കളരി പഠിച്ചു, ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഒരുപാട് പുതിയ ആളുകളാണ് ചെയ്തിട്ടുള്ളത്. ടെക്നിക്കലി ആയാലും നമ്മുടെ അഭിനയിച്ചിരിക്കുന്നതിൽ പലതും ആയാലും, പിന്നെ മൊത്തത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള കഥയായിരിക്കും.